പിന്നെ മീനത്തിലെത്തുമ്പോഴേക്കും ഓക്കെ ആയി. അവിടെ നിന്നാണ് പിന്നെ മേടൻ രാശിയിലെത്തുമ്പോൾ ഊർജ്ജസ്വലനായിട്ട് വളരെയധികം തേജസ്സോടുകൂടി സൂര്യനുണ്ടാകും. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ രാശികൾ നല്ലതാണ്. അപ്പം ഇങ്ങനെ ഓരോ മാസത്തിലും ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനനുസരിച്ച് ശിവക്ഷേത്ര ദർശനവും മഹാദേവനെ പ്രാർത്ഥിക്കുകയും ഞായറാഴ്ച ദിവസങ്ങളിൽ സൂര്യഭഗവാന് ജലം തർപ്പിക്കുകയും ഒക്കെ ചെയ്താൽ ആ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം ഉണ്ടാവും. ചന്ദ്രനാണ് നീചാവസ്ഥയെങ്കിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ദുർഗാക്ഷേത്രം പോയി പ്രാർത്ഥിക്കുകയും നെയ്വിളക്ക് കത്തിക്കുകയും ഓം ദുർഗേ ദുർഗേ രക്ഷിണി സ്വാഹ ഒരു 21 പ്രാവശ്യം രാവിലെയും ദിവസേന ചാൻറ്റ് ചെയ്യുകയും ചെയ്താൽ അവർക്കിടെ ചന്ദ്രൻ്റെ ആ ബുദ്ധിമുട്ട് മാറും. പൗർണമി പൂജ ചെയ്യാം. പൗർണമിക്ക് ചന്ദ്രനെ കണ്ട് പ്രാർത്ഥിക്കുക, ഓം നമഃ ശിവായ ചൊല്ലുക, അല്ലെങ്കിൽ ചന്ദ്രമൗലീശ്വരായ നമാന്ന് ചൊല്ലുക ഒക്കെ ചെയ്തു കഴിയുമ്പോൾ നന്നായിരിക്കും. ദേവീ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്താൽ ചന്ദ്രൻ്റെ ഇതിൽ മാറുന്നതാണ്. അമാവാസിക്ക് ജനിക്കുന്നവർക്കും വൃശ്ചിക രാശിയിലുള്ള ചന്ദ്രനുള്ളത്, അതായത് അനിഴം കേട്ട വിശാഖ അവസാനം ഇവർക്കൊക്കെയാണ് ചന്ദ്രൻ്റെ ബലം കുറയുന്നത്.